അന്വേഷണങ്ങളുടെ അൽഗോരിതത്തിലേക്ക് സ്വാഗതം. ഈ പ്രാവശ്യം എനിക്കും കേൾക്കുന്നവർക്കും ഒരുപക്ഷെ അപരിചിതമായി തോന്നാവുന്ന, എന്നാൽ ഇത് കേൾക്കുന്നവരിൽ ചിലർക്ക് സ്പാനിഷ് ഭാഷ അറിയുമെങ്കിൽ അവർക്ക് പരിചിതമായിരിക്കാനിടയുള്ള, അതേക്കുറിച്ചുള്ള യാതൊരുവിധ വ്യാകുലതകളും പുലർത്താതെ ഈ പ്രാവശ്യത്തെ ഈ അന്വേഷണങ്ങളുടെ അൽഗോരിതത്തിൻ്റെ മൂന്നാം ഭാഗത്തിന് പല കാരണങ്ങളാൽ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന തലക്കെട്ട് എക്സ്പ്ലിക്കോ അൽഗുനാസ് കോസാസ് എന്നുള്ള ഒരു കവിതയുടെ പേരാണ്. എനിക്ക് സ്പാനിഷ് ഭാഷ അറിയില്ല, പക്ഷേ എനിക്കും നിങ്ങൾക്കും സ്പാനിഷ് ഭാഷ അറിയില്ലെങ്കിലും പാബ്ലോ നെരൂദ എന്ന മഹാനായ കവിയെ അറിയാതിരിക്കാൻ വഴിയില്ല. ഏറെക്കുറെ ഗബ്രിയോ ഗാർഷ്യോ മാർക്യോസിനെ പോലെ, മുഹമ്മദ് ദർവീഷിനെ പോലെ മലയാളിയായി മാറിയ സ്പാനിഷ് എഴുത്തുകാരനാണ്, ചിലിയൻ മഹാകവിയാണ്. ഏതൊരാൾക്ക് നോബൽ സമ്മാനം നൽകപ്പെടുകയില്ലയോ എങ്കിൽ ഞാൻ ആ നോബൽ സമ്മാനത്തെ ആദരിക്കുകയില്ല എന്ന് ജാൻ പോൾ സാർത്ത് സാക്ഷ്യപ്പെടുത്തിയത് ഏതൊരു മഹാകവിയെക്കുറിച്ചാണോ ആ മഹാകവിയാണ് നഫ്താലി റിക്കാർഡോ റെയ്സ് എന്ന ലോകമാകെ പാബ്ലോ നെരൂദ എന്ന് പ്രസിദ്ധമായ മഹാനായ കവി. ആ കവിയുടെ ഏറ്റവും പ്രസക്തമായ 1936-37 കാലത്ത് സ്പെയിനിൽ നടന്ന ആഭ്യന്തര യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഫ്രാങ്കോവിൻ്റെ പട്ടാളം സംസ്കാരത്തിൻ്റെ തലസ്ഥാനമെന്ന് വിളിക്കാവുന്ന സ്പെയിനിലെ മാഡ്രിഡ് നഗരം ബോംബിട്ട് നശിപ്പിക്കപ്പെട്ടപ്പോൾ അതേ കാലയളവിൽ തന്നെയാണ് ലോകപ്രശസ്ത ചിത്രകാരനായ പിക്കാസോ തൻ്റെ ഗോർണിക്കയും വരയ്ക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, നവഫാസിസ്റ്റ് ആക്രമണത്തിന് വിധേയമായ സ്പെയിനിലെ ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ ഫാസത്തിനെതിരെയുള്ള പ്രതിരോധമെന്ന രീതിയിൽ പാബ്ലോ നെരൂദ എഴുതിയ കവിതയാണ് എക്സ്പ്ലിക്കോ അൽഗുനാസ് കോസാസ്. ഐ ആം എക്സ്പ്ലെയിനിങ് എ ഫ്യൂ തിങ്സ്. എനിക്ക് ചില കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. ഒരുപക്ഷെ പാബ്ലോ നെരൂദയുടെ കാവ്യജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു ഈ കവിത. അതുവരെ പൂക്കളെക്കുറിച്ചും കിനാവുകളെക്കുറിച്ചും ചിത്രശലഭങ്ങളെക്കുറിച്ചും വർണ്ണപ്പകിട്ടുള്ള ഒരു ലോകത്തെക്കുറിച്ചും കവിത എഴുതിയ, കാൽപ്പനികതയുടെ ലോകത്ത് ആഹ്ലാദിച്ച, അഭിമാനിച്ച കവി കാൽപ്പനികതയോട് വിട ചോദിക്കുന്നതിൻ്റെ കൂടി ഭാഗമാണ് ആ കവിത എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആ കവിത തുടങ്ങുന്നത് തകർന്ന് തരിപ്പണമാക്കപ്പെട്ട സ്പെയിനിൽ നിന്നുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നത്, ഈ തകർന്ന സ്പെയിനിലേക്ക് നോക്കൂ. ഇവിടെയുള്ള ഓരോ വീട്ടിൽ നിന്നും പൂക്കൾക്ക് പകരം, സുഗന്ധം പരത്തുന്ന പൂക്കൾക്ക് പകരം, നിറപ്പകിട്ടുള്ള പൂക്കൾക്ക് പകരം ഉരുകിയ ലോഹം ഒഴുകുന്നു. മരിച്ച ഓരോ കുഞ്ഞിൽ നിന്നും കണ്ണുകളുള്ള ഒരു തോക്ക്. അസാധാരണമായൊരു ബിംബകൽപ്പനയാണ്. കണ്ണുകളുള്ള ഒരു തോക്ക്. പാതകത്തിൽ നിന്ന് വെടിയുണ്ടകൾ ജനിക്കുന്നു. അത് നിങ്ങളുടെ ഹൃദയത്തിൽ തറച്ചു കൊള്ളും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് അവൻ്റെ കവിത കിനാവുകളെക്കുറിച്ചും ഇലകളെക്കുറിച്ചും അരുവികളെക്കുറിച്ചും പൂന്തോട്ടങ്ങളെക്കുറിച്ചും ജന്മനാട്ടിലെ കോരിത്തരിപ്പിക്കുന്ന മണ്ണിനെക്കുറിച്ചും മഹാപർവ്വതങ്ങളെക്കുറിച്ചും പാടാത്തത്? സുഹൃത്തേ, സഹോദര, വരൂ, ഈ തെരുവുകളിലെ രക്തം കാണൂ. ഈ തെരുവുകളിൽ നിലവിളിച്ചാർക്കുന്ന രക്തം കാണൂ. വരൂ സഹോദര, ഈ തെരുവുകളിലെ രക്തം കാണൂ. ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചുള്ള കഴിഞ്ഞ എപ്പിസോഡിൽ നാം കടമ്മനിട്ടയുടെ ക്യാ എന്ന കവിതയെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഈ പ്രാവശ്യം അതേ വംശഹത്യയിൽ നമ്മുടെ ജീവിതത്തെ, ഓർമ്മകളെ ഇന്നും മുറിപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന ഒരൊറ്റ സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അതിനാമുഖമായി തിരഞ്ഞെടുത്തത് മുമ്പ് ഞാൻ വിവരിച്ചതുപോലെ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ, കടമ്മനിട്ടയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലേക്ക് പോയപ്പോൾ ഗുജറാത്തിലെ
ചോരയൊലിക്കുന്ന നിലവിളി നിലയ്ക്കാത്ത ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ആ ചോരക്കാഴ്ചയിൽ നിന്ന് കടമൻ രൂപപ്പെടുത്തിയ ബാപ്പു നഗറിലെ അശ്വത്ഥം, ബാപ്പു നഗറിലെ അശ്വത്ഥത്തിനും പാബ്ലോ നെരൂദയുടെ എനിക്ക് ചില കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് എന്ന കവിതക്കും തമ്മിൽ നേർക്കുനേർ ഒരു ബന്ധവുമില്ല. കാരണം പാബ്ലോ നെരൂദ ചിലിയൻ മഹാകവി, സ്പെയിനിലെ ഫ്രാങ്കോയുടെ പട്ടാളം തകർത്തെറിഞ്ഞ മാഡ്രിഡ് പട്ടണത്തിൻ്റെയും അതുപോലെ സ്പെയിനിലെ ജീവിതത്തിൻ്റെയും രുദ്രക്കാഴ്ചകളാണ് അവതരിപ്പിച്ചത് 36-37. എന്നാൽ കടമനിട്ട 2002 ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചാണ് എഴുതുന്നത്. ഇത് രണ്ടും തമ്മിൽ വലിയ അകലമുണ്ട്, എങ്കിലും അവർക്കിടയിൽ അദൃശ്യമായൊരടുപ്പമുണ്ട്. കടമൻ്റെ കവിതയും പറയുന്നത്, വരൂ സുഹൃത്തെ, സഹോദര, ഈ ബാപ്പു നഗറിലെ കത്തിക്കരിഞ്ഞ മരക്കുറ്റി കാണൂ എന്നാണ്. ആ മരക്കുറ്റിക്ക് ഒരുപാട് പറയാനുണ്ട്. ഞങ്ങൾ ബാപ്പു നഗറിലെ തെരുവുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങളോടൊപ്പമുണ്ടായിരുന്ന മലയാളിയായ സഖാവ് രാമേന്ദ്രൻ, അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇവിടെ ഒരല്പസമയം നിൽക്കാം. ഞങ്ങൾ ചുറ്റും നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടമില്ല. അതോടൊപ്പം തന്നെ പിച്ചുകീറിയ പോസ്റ്ററുകളോ അതുപോലെ ഒരപകടത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നുമില്ലാത്ത സ്ഥലത്ത് അദ്ദേഹം ഞങ്ങളോട് എന്തിനാണ് നിൽക്കാൻ പറഞ്ഞത് എന്ന് ഞങ്ങൾ അമ്പരന്ന് നിൽക്കവേ കത്തിക്കരിഞ്ഞ ഒരു മരക്കുറ്റിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ഒരു മനുഷ്യനെ വരിഞ്ഞു കെട്ടി പെട്രോൾ ഒഴിച്ച് തീയിട്ട് കൊന്ന ഒരു മരമാണ്, ഒരു ആൽമരം, ഒരു അശ്വത്ഥം. ഈ അശ്വത്ഥത്തെക്കുറിച്ചാണ് വൃക്ഷങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമെന്ന് പുരാണങ്ങൾ വിശദീകരിക്കുന്ന വൃക്ഷശ്രേഷ്ഠനായ ഈ അശ്വത്ഥത്തെക്കുറിച്ചാണ് ബാപ്പുജി നഗറിൽ അശ്വത്ഥം എന്ന പേരിൽ മലയാളത്തിൻ്റെ മഹാകവിയായ കടമൻ കവിത എഴുതിയത്. ഈ അശ്വത്ഥത്തിൽ വെച്ചാണ് 14 വയസ്സുള്ള ഖമ്ര ആലം എന്ന പേരുള്ള ഒരു ബീഹാറി മുസ്ലിം കുട്ടിയെ ഗുജറാത്തിലെ ഫാസിസ്റ്റ് ഭീകരർ ഈ ആൽമരത്തിൽ കയറുകൊണ്ട് വലിഞ്ഞു കെട്ടി പെട്രോൾ ഒഴിച്ച് തീയിട്ട് ചുട്ടത്. ഗുജറാത്തിലെ വംശഹത്യയിൽ കൊല്ലപ്പെട്ടവരെക്കുറിച്ച് സർക്കാരിൻ്റെ കണക്ക് പുസ്തകത്തിൽ പലരുടെയും പേരുകൾ എഴുതി ചേർത്തിട്ടുണ്ട്. അന്വേഷണ സംഘങ്ങളുടെ റിപ്പോർട്ടുകളിലും പലരുടെയും പേരുകൾ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരുപക്ഷെ എഴുതി ചേർക്കപ്പെടാതെ പോകുന്ന ഒരുപാട് പേരുകളുണ്ടാവും, അനാഥമായ ജീവിതങ്ങൾ. അതിൽ ഒരു പേരാവാം ഒരുപക്ഷെ ഖമർ ആലം. കാരണം ഖമർ ആലം ബീഹാറിൽ നിന്ന് അഭയമന്വേഷിച്ചാണ് ഗുജറാത്തിലേക്ക് വന്നത്. ഗുജറാത്തിലെ ഈ ആൽമരച്ചോട്ടിൻ്റെ തണലിൽ കളിപ്പാട്ടം വിറ്റുകൊണ്ടാണ് ആ കുട്ടി തൻ്റെ കുടുംബത്തെ പുലർത്തുന്നത്. നമ്മൾ അറിയേണ്ടത്, നമ്മൾ ഓർമ്മിക്കേണ്ടത്, നമ്മൾ മറക്കാൻ പാടില്ലാത്തത്, ഒരു 14 വയസ്സുള്ള കുട്ടി മറ്റു കുട്ടികളെപ്പോലെ വിദ്യാലയങ്ങളിൽ പഠിച്ചും കളിച്ചും വളരേണ്ടതാണ്. എന്നാൽ ബീഹാറിൽ നിന്ന്, അത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു ചിത്രമാണ്, കുട്ടിത്തം നഷ്ടപ്പെട്ട കുട്ടികളുടെ യാതനാനിർഭരമായ ജീവിതത്തിൻ്റെ ചിത്രം. സാമൂഹ്യശാസ്ത്രം ചൈൽഡ് വിത്തൗട്ട് ചൈൽഡ്ഹുഡ്, കുട്ടിത്തം നഷ്ടപ്പെട്ട കുട്ടികൾ. അവർക്ക് വെറുതെ കുട്ടിത്തം നഷ്ടപ്പെട്ടതല്ല, അവർക്ക് തലയിലേറ്റാനാവാത്ത ഒരു കുടുംബത്തിൻ്റെ ഭാരം പല കാരണങ്ങളാൽ തലയിലേറ്റേണ്ടി വന്നതുകൊണ്ട് ഖമർ ആലവും ഒരഭയം തേടി തൻ്റെ കുടുംബത്തെ പോറ്റാൻ ഗുജറാത്തിലെത്തിപ്പെടുകയായിരുന്നു. അദ്ദേഹം ബാപ്പു നഗർ തിരഞ്ഞെടുക്കാൻ എന്തായിരിക്കാം കാരണം? അതിനൊരു കാരണമുണ്ട്. അത് ബാപ്പു നഗറിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 60കളിലാണ് അഹമ്മദാബാദിൻ്റെ കിഴക്കൻ പ്രദേശമായ ബാപ്പു നഗർ ഒരു വലിയ നഗരമായി വളരുന്നത്. 60കളിലെ തുണിമില്ലുകളുടെ വളർച്ചയാണ് അഹമ്മദാബാദിലെ ഒരുപക്ഷെ ഇന്ത്യയുടെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ച തുണിമിൽ വ്യവസായം.
അതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ നമുക്കറിയാം 80 കൂടി തുണിമില്ലുകൾ തകരുന്നു. പിന്നെ ബാപ്പു നഗർ പ്രസിദ്ധമായത് മെഴുകുതിരി നിർമ്മാണം, ചന്ദനത്തിരി നിർമ്മാണം, കൂട്ടത്തിൽ നമ്മൾ ഓർമ്മിക്കാവുന്നത് നിർമ്മ ഡിറ്റർജൻറ്റ്. ഇന്ന് അത് ഇന്ത്യ മുഴുവൻ പ്രശസ്തമാണ്. പക്ഷേ അന്ന് അതൊരു കുടിലിൽ തുടങ്ങിയതാണ്. അതിൻ്റെ സ്ഥാപകൻ തന്നെയാണ് വീട് വീടാന്തരം കയറി അന്നത് വിറ്റുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അടിസ്ഥാന ജനവിഭാഗം, മധ്യവർഗം, ഉപരിവർഗം, ഇങ്ങനെ എല്ലാവരും കൂടിച്ചേരുന്ന ഒരു സ്ഥലമെന്ന അർത്ഥത്തിൽ മഹാത്മാഗാന്ധിയുടെ സ്മരണകളിരമ്പുന്ന ബാപ്പു നഗറിൽ ഖമർ ആലം എന്ന ഈ 14കാരനും ആലിഞ്ചുവട് അവനൊരഭയമായി. അവിടെ അവൻ കളിപ്പാട്ടങ്ങളാണ് വിറ്റുകൊണ്ടിരുന്നത്. അവന് വംശഹത്യയെക്കുറിച്ചറിയില്ല, ഫാസത്തെക്കുറിച്ചറിയില്ല. അവനൊരൊറ്റ കാര്യമേ അറിയൂ: 2 കളിപ്പാട്ടം വിറ്റാൽ അത് തന്നെ കാത്തിരിക്കുന്ന തൻ്റെ കുടുംബത്തിന് ഒരാശ്വാസമാകും. അങ്ങനെ കളിപ്പാട്ടങ്ങൾ വിറ്റുകൊണ്ട് സമകാലീന രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നത്തിലോ ഇടപെടാൻ സമയം കിട്ടാതെ അന്നം വിളിക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഉടൽ പിടഞ്ഞ് മനം പിടഞ്ഞ് കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കേണ്ട ഒരു പ്രായത്തിൽ അത് മറ്റുള്ളവർക്ക് വിറ്റ് ജീവിച്ചു പോരവെയാണ് 2002 ഗുജറാത്ത് വംശഹത്യ. ആ ബീഹാറുകാരൻ കുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കിയത് എന്തിനാണെന്ന് പോലും അറിയാതെ അവൻ അവസാനിച്ചു പോവുകയായിരുന്നു. കടമ്മനിട്ടയുടെ കവിതയിൽ പറയുന്നത് അവൻ്റെ ചാരം പോലും, വെണ്ണീര് പോലും സൂക്ഷിക്കാനാവാത്ത വിധത്തിൽ കാറ്റിൽ പറന്നു പോവുകയാണ്, വിസ്മൃതമാവുകയാണ് ഉണ്ടായത്. ഖംറ ആലത്തിൻ്റെ പേരിൽ ഗുജറാത്തിൽ നഗരങ്ങളില്ല, തെരുവുകളില്ല, സ്കൂളില്ല, കാത്തിരിപ്പ് കേന്ദ്രങ്ങളില്ല. ഖംറ ആലത്തിനൊരു സ്മാരകവുമില്ല. എന്നാൽ മലയാള ഭാഷ ഖംറ ആലത്തിന് അതിമഹത്തായൊരു സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട്. ആ സ്മാരകത്തിൻ്റെ പേരാണ് കടമ്മനിട്ടെഴുതിയ ബാപ്പുജി നഗറിലെ അശ്വത്ഥം. ആ കവിത ആരംഭിക്കുന്നത് ബാപ്പുജി നഗറിലെ വഴിയോരത്ത് വിഭൂതിയോഗത്തിലെ വിഷ്ണുവിൻ്റെ വൃക്ഷരൂപമായ അശ്വത്ഥം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നിരവധി മരങ്ങളിൽ ഒരു മരമായിട്ടല്ല അശ്വത്ഥത്തെ, അരയാലിനെ പൊതുവിൽ കാണുന്നത്. വിശ്വാസികൾക്കത് പാവനമാണ്, അല്ലാത്തവർക്ക് അത് തണലേകുന്നതാണ്. കച്ചവടക്കാർക്ക് വാടക കൊടുക്കാതെ വെയിലത്ത് തണലനുഭവിച്ച് കച്ചവടം നടത്താനുള്ള ഒരു കേന്ദ്രമാണ്. അങ്ങനെ പല നിലകളിൽ. എന്നാൽ കടമ്മനി കവിതയിൽ പറയുന്നത് വിഭൂതിയോഗത്തിലെ വിഷ്ണുവിൻ്റെ വൃക്ഷരൂപമായ അശ്വത്ഥം ബാപ്പുജി നഗറിൻ്റെ വഴിയോരത്ത് അങ്ങനെ പറന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. വലിയൊരശ്വത്ഥമല്ല, പക്ഷേ എങ്കിലും തണലിൽ നൽകുന്ന ഒരശ്വത്ഥം. ആദ്യം കവിതയിൽ പരിചയപ്പെടുത്തുന്നത് ഈ അശ്വത്ഥത്തെയാണ്. പിന്നെ അദ്ദേഹം അടയാളപ്പെടുത്തുന്നത് 14 വയസ്സുള്ള അനാഥനായ ഖംറ ആലം എന്ന ബീഹാറി മുസ്ലിമിന് ആ അശ്വത്ഥം അഭയമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിൽ 2-3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, അനാഥനായ ഖംറ ആലം എന്ന 14കാരൻ ബീഹാറി മുസ്ലിമിന് അതൊരഭയമായിരുന്നു. ഖംറ ആലത്തിൻ്റെ ജീവിതത്തിലേക്ക്, ഒരു ശരാശരി ഇന്ത്യൻ കുട്ടിയുടെ ജീവിതത്തിലേക്ക് കവിത വഴി തുറക്കുകയാണ്. പിന്നെ അദ്ദേഹം പെട്ടെന്ന്, ഇത് കവിതയ്ക്ക് സഹജമായൊരു ചാട്ടമാണ്, ജമ്പാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, കൊട്ടാരം വിട്ടിറങ്ങിയ സിദ്ധാർത്ഥന് അഭയം നൽകി ശ്രീബുദ്ധനാക്കിയതും ഒരശ്വത്ഥം. ഖംറ ആലത്തിന് അതറിയാമായിരുന്നുവോ എന്തോ? ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ചാണ് സിദ്ധാർത്ഥൻ യാത്ര നടത്തി ഒരാൽമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ബോധോദയം കിട്ടി എന്ന കഥ. അത് വെറും കഥ മാത്രമാണ്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, കൊട്ടാരത്തിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ചാണ് സിദ്ധാർത്ഥൻ വന്നതെങ്കിൽ
ഉപേക്ഷിക്കാനൊരു കുടില് പോലുമില്ലാത്ത ഖമ്ര ആലം തൻ്റെ കുടുംബത്തിൻ്റെ കണ്ണീരിന് ഭക്ഷണം തേടിയാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് ഖമ്ര ആലം ബുദ്ധനെക്കുറിച്ച് അറിഞ്ഞിരിക്കാനിടയില്ല. അദ്ദേഹം വന്നിരുന്ന ഒരരയാൽ മരത്തിൻ്റെ ചുവട്ടിലാണ് താനും ഇരിക്കുന്നത് എന്നറിയാൻ ഇടമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായിരുന്നു, ഖമ്ര ആലത്തിന് ആ അരയാൽ അഭയം നൽകി. അങ്ങനെ ആ അരയാലിൻ ചുവട്ടിൽ കളിപ്പാട്ടങ്ങൾ വിറ്റുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് 2002 കവിയുടെ വാക്കുകൾ ആവർത്തിച്ചാൽ നട്ടുച്ചക്ക് ഒരു കൂട്ടം വൈഷ്ണവർ ആഘോഷാരവങ്ങളോടെ അരയാലിൻ ചുവട്ടിലെത്തി. ആലത്തിന് പെട്രോൾ കൊണ്ട് അഭിഷേകം. ഖമ്ര ആലത്തിന് പെട്രോൾ കൊണ്ട് അഭിഷേകം. ഇളനീരഭിഷേകം മുതൽ പലതരം അഭിഷേകങ്ങളെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ വംശഹത്യ രൂപപ്പെടുത്തിയ ഒരു പ്രത്യേക രീതിയിലുള്ള കൊല, പെട്രോൾ കൊണ്ടുള്ള അഭിഷേകം, അഗ്നിപൂജ, പിന്നെ എന്ത് സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ആലം ഒരു തീഗോളമായി വിഷ്ണുപദം പ്രാപിച്ചു. അപ്പോൾ അശ്വത്ഥവും ആളിക്കത്തി ആർപ്പ് വിളിച്ചു. എന്നാൽ ഖമറാലത്തിൻ്റെ ചാരം പോലും അശ്വത്തിന് വളമായില്ല. കത്തിക്കരിഞ്ഞ വിഷ്ണു വിഗ്രഹം. ഞാനീ ബാപ്പൂജി നഗറിലെ അശ്വത്ഥം എന്ന കവിത ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചുള്ള ആലോചനക്കിടയിൽ, അന്വേഷണത്തിൻ്റെ അൽഗോരിതം എന്ന സമകാലീന ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള ആ ജീവിതത്തിൻ്റെ ചങ്ക് പിളർന്ന ഒരു സംഭവത്തെ സ്പർശിക്കുമ്പോൾ ഈ കവിത അനിവാര്യമായും നമ്മൾ ഓർമ്മിക്കപ്പെടണം. എന്തുകൊണ്ടെന്നാൽ ഖമർ ആലത്തെപ്പോലുള്ള അനാഥനായ ഒരു കുട്ടിക്ക് ഇന്ത്യയിൽ മറ്റൊരിടത്തും ഒരു സ്മാരകമുണ്ടാവാനിടയില്ല. ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ പോലും ഇപ്പോഴും വിചാരിക്കുന്നത് ഖമർ ആലം എവിടെയെങ്കിലും കച്ചവടം ചെയ്ത് കഴിയുന്നുണ്ടാകും. വീട്ടിലേക്ക് അയക്കാൻ വേണ്ടത്ര വരുമാനമില്ലാത്തതുകൊണ്ട് അവൻ സങ്കടത്തോടെ അവൻ്റെ ജീവിതം തള്ളി നീക്കുന്നുണ്ടാകും. അവനെങ്കിലും അവൻ്റെ ജീവിതം തള്ളി നീക്കട്ടെ എന്നവർ കരുതുന്നുണ്ടാവും. കാരണം ഖമർ ആലം ഗുജറാത്തുകാരനല്ല. അവിടുത്തെ കാനേഷുമാരി കണക്കിൽ ഖമർ ആലം എന്ന പേരുണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ എത്രയെത്രയോ മനുഷ്യർ ഒരു വ്യാവസായിക നഗരം എന്ന അർത്ഥത്തിൽ വളർന്ന അഹമ്മദാബാദിലേക്ക് ജീവിതത്തിൻ്റെ അന്നം തേടി വന്ന എത്രയെത്രയോ മനുഷ്യർ അവസാനിച്ചു പോയിട്ടുണ്ടാകാം. ആ അവസാനിച്ചു പോയവരിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു പേര് എന്ന അർത്ഥത്തിൽ, ആ പേരിൽ മലയാളത്തിലുണ്ടായ ഒരു മഹാസ്മാരകം എന്ന അർത്ഥത്തിൽ ബാപ്പൂജി നഗറിൽ അശ്വത്ഥം. ബാപ്പൂജി നഗറിനെ പറ്റി ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഈ നഗറിലാണ് മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമം നിലകൊള്ളുന്നത്. ഗുജറാത്ത് വംശഹത്യാകാലത്ത് ഇരകൾക്ക് രക്ഷയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന സബർമതി ആശ്രമത്തിൻ്റെ വാതിലുകൾ അഭയമന്വേഷിച്ച് വന്ന ഇരകൾക്ക് മുമ്പിൽ വലിച്ച് അടയ്ക്കപ്പെടുമായിരുന്നു എന്നുള്ളത് ഒരു നടുക്കത്തോടെ, ഞെട്ടലോടെ, അസ്വസ്ഥതയോടെ അല്ലാതെ ഇന്ന് ഓർമ്മിക്കാനാവില്ല. മലയാളത്തിൻ്റെ അഭിമാനമായിരുന്ന, ഇന്നും നമ്മൾ ഓർമ്മിക്കുന്ന, എന്നും ഓർമ്മിക്കേണ്ട സുകുമാർ അഴീക്കോട് മാഷ് പറയുന്നുണ്ട്, ഗുജറാത്തിൽ വീണ്ടും ജനിക്കാൻ ഗാന്ധി ഭയപ്പെടും. അത്രയുമാണ് അദ്ദേഹം പറയുന്നത്. നമുക്കിത്രയും കൂട്ടിച്ചേർക്കാം. ഇങ്ങനെയുള്ള ഒരു ഗുജറാത്തിലായിപ്പോയല്ലോ ഞാൻ മുമ്പ് ജനിച്ചത് എന്ന് ഒരു മുൻകൂർ കുറ്റബോധത്തോടെ അദ്ദേഹം ഒരുപക്ഷെ പശ്ചാത്തപിച്ചേക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാലിൻ ചുവടിന് താൽക്കാലികമായെങ്കിലും അഭയം നൽകാൻ കഴിഞ്ഞു കുറച്ചു കാലം. വംശഹത്യയിൽ ആ അഭയവും അവസാനിച്ചു. പക്ഷെ അപ്പോഴും സബർമതി ആശ്രമം ജാതിമത സങ്കുചിതത്തിനപ്പുറം. മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, അതൊരു വെറും പറച്ചിലല്ല. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ ഫാസത്തോടാണ്. അദ്ദേഹം പറഞ്ഞു, ധർമ്മപുത്രരുടെ ധർമ്മബോധവും പാണ്ഡവരുടെ
ത്യാഗവും ഓർമ്മിക്കുന്ന ഹിന്ദുമതം എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മതമാണെന്ന് മനസ്സിലാക്കിയ, മുസൽമാനോട് നീതി കാട്ടിയ ഒരു ഗാന്ധി നിങ്ങൾക്കിടയിൽ ഉണ്ടായിപ്പോയത്, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഒരു ഭ്രാന്തൻ ഗാന്ധി നിങ്ങൾക്കിടയിൽ ഉണ്ടായിപ്പോയത് അത്ര വലിയൊരു കുറ്റമാണോ പാതകമാണോ? ഈ ചോദ്യം സത്യത്തിൽ 1927 അദ്ദേഹം ചോദിക്കുന്നത്. 22 സവർക്കർ ഇന്ത്യയിൽ ജീവിക്കുന്ന വലിയൊരു വിഭാഗം ജനത്തെ അപരരാക്കി, ശത്രുക്കളാക്കി മുദ്രകുത്തുന്നത്. അതിൽ തന്നെ ഏറ്റവും കൗതുകകരമായൊരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നത്, ഇന്ത്യൻ ഫാസിസത്തിൻ്റെ സൈദ്ധാന്തികത്തിൽ പ്രമുഖമായ പരമഗുരുജി ഹെഡ്ഗേവാർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ രാജ്യശത്രുക്കൾ, രാജ്യദ്രോഹികൾ എന്നതിന് വിചിത്രമായ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. ഒരുപക്ഷെ പലരുടെയും ശ്രദ്ധയിൽ വേണ്ടത്ര പതിയാതെ പോയ, എന്നാൽ അനിവാര്യമായും പതിയേണ്ട ഒരു വിശദീകരണം. ആ വിശദീകരണം ഇതാണ്: മുസ്ലിങ്ങളെ ഒരിക്കലും രാജ്യദ്രോഹികൾ എന്ന് വിളിക്കാൻ കഴിയില്ല. രാജ്യദ്രോഹ പട്ടത്തിന് അവർ അർഹരല്ല. ഇത് കേൾക്കുമ്പോൾ പലരും അമ്പരന്ന് പോകും. അദ്ദേഹം തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്, അവരെ രാജ്യശത്രുക്കൾ എന്നാണ് വിളിക്കേണ്ടത്. എന്നിട്ടിത് തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ജയചന്ദ്രൻ പോലുള്ള, അതായത് ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന് ഹിന്ദു രാജാക്കന്മാർക്കെതിരെയൊക്കെ ഗൂഢാലോചന നടത്തിയവർ, അവരാണ് രാജ്യദ്രോഹികൾ. അവർ എന്തൊക്കെ ദ്രോഹം ചെയ്താലും അവർ ഈ രാജ്യത്തുള്ളവരാണ്, അവർക്ക് മാപ്പിന് അർഹതയുണ്ട്. എന്നാൽ മുസ്ലിങ്ങൾ ഈ രാജ്യത്തുള്ളവരല്ല, അവർ ഈ രാജ്യത്തിൻ്റെ ഉടയവരല്ല, അവർ ശത്രുക്കളാണ്, അവർക്കൊരു മാപ്പിനും അർഹതയില്ല. എലിയും പൂച്ചയും തമ്മിലുള്ള സൗഹൃദം തെറ്റിദ്ധരിക്കരുത്. ഇത് ഹെഡ്ഗേവാറിൻ്റെ മെറ്റഫറാണ്. അവർ തമ്മിലുള്ള മിത്രത, അവർ തമ്മിലുള്ള സൗഹൃദം അവസാനിക്കുന്നത് എലി പൂച്ചയുടെ വയറ്റിൽ എത്തുമ്പോൾ മാത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയത്, രാജ്യദ്രോഹികൾ എന്ന് വിളിക്കപ്പെടാനുള്ള അർഹത പോലും ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന അധസ്ഥിത അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കില്ല എന്ന് ഒരു ഫാസിസ്റ്റ് പരികൽപ്പന. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഗുജറാത്ത് വംശഹത്യ എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ ഈ എപ്പിസോഡിൽ പരാമർശിച്ചിട്ടുള്ളത് ഖമർ ആലം. അടിവരയിടണം ആ പേര്, കാരണം അതൊരു പേരല്ല, അത് അനാഥമാക്കപ്പെട്ട ജീവിതങ്ങളുടെ ഒരു പര്യായമാണ്. അതുകൊണ്ട് കടവൻ്റെ ബാപ്പുജി നഗറിൽ അശ്വത്ഥം, ബാപ്പുജി നഗർ എന്ന് പറയുമ്പോൾ ഓർമ്മയിൽ വരുന്ന സബർമതി ആശ്രമം, അതേക്കുറിച്ച് മലയാളത്തിൻ്റെ പ്രിയ കവി പറയുന്നുണ്ട്. സബർമതി ഇന്നേതോ തപ്താശ്രു സ്മരണതൻ സ്മാരകം. സബർമതി നദിയുടെ തീരത്തുള്ള മഹാത്മാഗാന്ധിയുടെ, നേരത്തെ ഞാൻ പറഞ്ഞ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്ന മതമൂല്യങ്ങൾ, ആ മതമൂല്യങ്ങളുടെ നെഞ്ചിലേക്കാണ്. അതുകൊണ്ടാണ് അഴീക്കോട് മാഷ് പറഞ്ഞത്, ഗുജറാത്തിൽ ജനിക്കാൻ ഗാന്ധി ഭയപ്പെടും. അതുകൊണ്ട് ഖമറാലം ഒരു പേരല്ല. തുടക്കത്തിൽ പറഞ്ഞ പേബ്ലോ നെരൂദയുടെ കവിത പോലെ, സുഹൃത്തെ, സഹോദര, ഈ അഹമ്മദാബാദിലെ കത്തിക്കരിഞ്ഞ ഈ ആൽമരത്തിൻ്റെ കുറ്റിയിലേക്ക് നോക്കൂ എന്നുപോലും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ആ കുറ്റിയടക്കം ഇതിനെ ഓർമ്മിപ്പിക്കുന്ന സകലതും പിഴുതൊഴിയപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുന്നത് അമീർ അസീസിൻ്റെ ഒരു കവിത, ആ കവിതയിലെ 2 വരി പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നുണ്ട്, യു വിൽ റൈറ്റ് ഇൻജസ്റ്റിസ് ഓൺ ദി എർത്ത്, വി വിൽ റൈറ്റ് റവല്യൂഷൻ ഇൻ ദ സ്കൈ, എവരിതിങ് വിൽ ബി റിമെമ്പേർഡ്, എവരിതിങ് റെക്കോർഡഡ്. ഒന്നും മറക്കപ്പെടുകയില്ല, എല്ലാം ഓർമ്മിക്കപ്പെടും. നിങ്ങൾ ഈ ഭൂമിയിൽ അശ്ലീലം കൊണ്ട്, ഛലം കൊണ്ട്, ചോര കൊണ്ട് അനീതി എന്നെഴുതുമ്പോൾ ഞങ്ങൾ സ്വപ്നത്തിൻ്റെ ആകാശത്തിൽ വിപ്ലവം, വിമോചനം, സൗഹൃദം, സ്നേഹം എന്നെഴുതും.
അങ്ങനെ മലയാളത്തിൽ എഴുതപ്പെട്ട ഒരു കവിതയാണ് ബാപ്പുജി നഗറിലെ അശ്വത്ഥം. അതൊരു വലിയ സ്മാരകമാണ്. വേണമെങ്കിൽ ഇതിനെ നമുക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു സ്മാരകത്തിൻ്റെ സൂക്ഷ്മത എന്താണ്, അതിൻ്റെ സർഗാത്മകത എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന മലയാളത്തിലെ ഒരു കവിത കൂടി വേണമെങ്കിൽ ഇതിനോട് ചേർത്ത് വെക്കാം. ആ കവിതയും ബാപ്പുജി നഗറിലെ അശ്വത്ഥവും തമ്മിലോ ആ കവിതയും ഗുജറാത്തിലെ വംശഹത്യയും തമ്മിലോ ഒരു ബന്ധവുമില്ല. എങ്കിലും ഞാൻ കരുതുന്നു ആ കവിതയ്ക്ക് സ്മരണയുടെ ബലതന്ത്രം നമ്മെ അനുഭവിപ്പിക്കാൻ, നമ്മളെ അനുഭൂതിപ്പെടുത്താൻ കഴിയും. മലയാളത്തിൻ്റെ പ്രശസ്ത കവി വീരാൻകുട്ടിയുടെ സ്മാരകം. ആ സ്മാരകത്തിൽ പറയുന്നത് ഒരുപക്ഷെ എല്ലാവർക്കും പരിചയമുള്ള കവിതയായിരിക്കും. അതൊരു അപ്പൂപ്പൻ താടിയെക്കുറിച്ചുള്ള കവിതയാണ്. അനാഥത്വത്തിൻ്റെ, ഒരുപക്ഷെ കാറ്റിനനുസരിച്ച് ബാപ്പുജി നഗറിലെ ഖമർ ആലത്തെ പോലെ ഒരു സ്ഥലത്ത് നിന്ന് പല സ്ഥലത്തേക്ക് കച്ചവടത്തിന് സൗകര്യം കിട്ടുന്ന, കച്ചവടം നന്നായി നടക്കുന്ന സ്ഥലം അന്വേഷിച്ച്, വലിയ സാമ്യതയൊന്നുമില്ല. അതുകൊണ്ട് ആ കവിത ഞാൻ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ അപ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെ വെച്ചാണ് ഏതൊക്കെയോ കാണാത്ത ലോകങ്ങളിൽ വെച്ച് ഈ അപ്പൂപ്പൻ താടിയും ഖമറാലവും ആശ്ലേഷിക്കുന്നത് എന്ന് നമുക്കപ്പോൾ മനസ്സിലാവും എന്ന പ്രതീക്ഷയോടെ ഈ കവിത കൂടി സൂചിപ്പിക്കാം. കവിതയിൽ പറയുന്നത്, ഒരപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. ചിറകുകളില്ല, ദശാന്തരം വിധിച്ചിട്ടില്ല, ആകാശവും സ്വന്തമല്ല, എന്നിട്ടും അത് പറക്കുന്നു. കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ചു. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. ചിറകുകളില്ല, ദേശാന്തരം വിധിച്ചിട്ടില്ല, ആകാശവും സ്വന്തമല്ല, എന്നിട്ടും അത് പറക്കുന്നു. കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച്. അത് കാണും സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ നാളെ ഒരാൾ വന്നിളവേൽക്കുമെന്ന കവിത അതിനറിയില്ല. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. അതിനെ പക്ഷിയെന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചുകൂടി ദൂരം മുന്നോട്ട് പോയേക്കും. ധീരമെങ്കിലും എളി അതിൻ്റെ ശ്രമം വീണുപോകുന്നിടത്ത് ആരുമറിയാതെ മുളച്ചു വരും നാളെ ഒരു മരം. ബാപ്പു നഗറിലെ അശ്വത്ഥം ഫാസിസ്റ്റുകളുടെ പെട്രോൾ അഭിഷേകത്തിൽ ഖംറ ആലത്തിൻ്റെ ജീവിതത്തിനൊപ്പം കത്തിക്കരിഞ്ഞുപോയി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആരുമറിയാതെ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഗുജറാത്ത് വംശഹത്യയുടെ ഭീകരതകളുടെ സ്മരണകൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഖംറ ആലം മുളച്ചു വരും. അങ്ങനെ മുളച്ചു വരുമ്പോൾ അത് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്. അവിടെയാണ് ഞാൻ ഈ ഒരു അവതരണം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നത്. അത് ചെക്കോവിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു വാക്യമാണ്. ഒരു മനുഷ്യൻ എന്താണെന്ന് അവന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷേ അവൻ രക്ഷപ്പെട്ടേക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നമ്മുടെയൊക്കെ ഉള്ളിൽ മുരണ്ടു നിൽക്കുന്ന ഗുജറാത്ത് വംശഹത്യക്കാലത്ത് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ഇന്ത്യൻ ജനതയ്ക്ക് നേരെ, മതനിരപേക്ഷതയ്ക്ക് നേരെ തുറന്നുവിട്ട ആ വന്യജന്തു, ആ വന്യജന്തുവിനെ ദൃശ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷേ മനുഷ്യ സമൂഹം മുഴുവനും രക്ഷപ്പെട്ടേക്കും. അതുകൊണ്ട് ഈ വംശഹത്യയിൽ പങ്കെടുത്തവർ മുഴുവനും ഭീകരാവണമെന്നില്ല. അതേസമയം അവരുടെ മനസ്സിലെ ഏത് ഇരുണ്ട ഭാഗത്തു നിന്നാണ് ഈ ഒരു ജീർണത ജ്വലിച്ചു വന്നത്, അത് മനസ്സിലാക്കിപ്പിക്കാൻ കടമ്മനിട്ടയുടെ കവിതയും അതുപോലെ തന്നെ പാബ്ലോ നെരൂദയുടെ കവിതയും വീരാൻകുട്ടിയുടെ കവിതയും പ്രത്യക്ഷത്തിൽ പരസ്പര ബന്ധമില്ലെങ്കിലും ഏതൊക്കെയോ തലത്തിൽ അവ ബന്ധപ്പെടുന്നുണ്ട്. മൂന്നും
അമർത്തിപ്പറയുന്നത് ഓർമ്മകളുണ്ടായിരിക്കണം എന്നു തന്നെയാണ്. ആ സ്മരണകളാകട്ടെ ഇതുപോലുള്ള വംശഹത്യകളെ ഇനിയൊരിക്കലും അത് ആവർത്തിക്കാതിരിക്കാൻ തടയാൻ സഹായകമാകുമെങ്കിൽ അത് മനുഷ്യരാശിക്ക് നൽകുന്ന സംഭാവന അതിമഹത്തായിരിക്കും എന്നു മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രിയരെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.